ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് കുറച്ചുപേര് വിളിച്ച് ചോദിച്ചതിൻ്റെ ഫലമായിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഓക്കെ, തീർത്തും ഇത് നിങ്ങൾ തമിഴിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കോൺട്രാക്ച്വൽ ബേസ് ആണ് എന്നുള്ളത്. പക്ഷേ 65 വയസ്സ് വരെ അപ്ലൈ ചെയ്യാമെന്നുള്ളത് കൊണ്ട് ഒത്തിരി പേർക്ക് ചാൻസ് ഉള്ള ആ പോസ്റ്റാണ്. സദേൺ റെയിൽവേ ആണ്. ഓക്കെ, തൃച്ചിയിലാണ് അതിൻ്റെ വേക്കൻസി ഉള്ളത്. റെയിൽവേ ടീച്ചർ. ഈ ഒരു വീഡിയോ ചെയ്തുള്ള മറ്റൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25, 26 വേക്കൻസിയിലേക്ക് പല റെയിൽവേ സ്കൂളുകളിലേക്കും കോൺട്രാക്ച്വൽ ടീച്ചേഴ്സിനെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എക്സാം അല്പം വൈകും എന്നുള്ളത് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം ഇതിൽ അയക്കാൻ താല്പര്യമുള്ളവർ അയക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. തീർത്തും ഫുള്ള് കാണുക. അതിനുള്ള ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം. തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്നവർ ഈ റെയിൽവേ ടീച്ചർ വേക്കൻസിയുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്നവരൊക്കെ ജസ്റ്റ് നിങ്ങൾ ഇത് അയക്കുവാൻ താല്പര്യമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ് സെക്ഷനിലൂടെ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ച് അന്വേഷിക്കുക. ഓക്കെ, അഡ്മിഷൻ എടുക്കാനുള്ളവർ വിളിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങൾ സദേൺ റെയിൽവേ എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിലേക്ക് നിങ്ങൾ കയറി കഴിഞ്ഞാൽ SR.indianrailways.gov.in എന്ന് പറയുന്ന ഈ വെബ്സൈറ്റിലെ ഈ അഡ്രസ്സിലേക്ക് നിങ്ങൾ കയറി കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിലായിട്ട് ഇവിടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട്. നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും അല്ലേ? ഓക്കെ, എൻഗേജ്മെന്റ് ഓഫ് കോൺട്രാക്ട് ടീച്ചേഴ്സ് ഇൻ സദേൺ റെയിൽവേ ഹൈസ്കൂൾ പധനൂർ, അങ്ങനെ കുറച്ച് കാറ്റഗറി റെയിൽവേസ് സെക്കൻഡറി സ്കൂൾ CBSE മധുരൈ ഓൺ കോൺട്രാക്ട് ബേസ്, അങ്ങനെ പല സ്കൂളുകളിലേക്കുള്ള കോൺട്രാക്ട് ബേസ് ടീച്ചേഴ്സിനെ ഇവിടെ വിളിച്ചിട്ടുണ്ട്. അതിന് ഒരെണ്ണമാണ് നിങ്ങളെ അറിയിക്കുന്നത്. പല എൻഗേജ്മെന്റ്സുകൾ ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ തമിഴ്നാട് ബേസ് ചെയ്താണ് വിളിച്ചിരിക്കുന്നത് സദേൺ റെയിൽവേയിൽ. അപ്പൊ നിങ്ങൾക്ക് ഇത് ക്ലിക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള വേക്കൻസികൾ ഏതാണോ അതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാം. വളരെ സിമ്പിൾ പ്രോസസ്സാണ്. ഓക്കെ, അപ്പൊ അതിലെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് ഈ ഒരു വേക്കൻസിയെ കുറിച്ചാണ്. അതായത് നോട്ടിഫിക്കേഷൻ ഫോർ ദ ഫില്ലിംഗ് അപ്പ് ഓഫ് ദ വേക്കൻസി ഓഫ് ദ ടീച്ചിങ് കാറ്റഗറി ഇൻ റെയിൽവേ ഹൈസ്കൂൾ CBSE പൊന്മാലൈ. ഓക്കെ, ഓൺ കോൺട്രാക്ച്വൽ ബേസിസ്. അതായത് തൃച്ചിയിലുള്ള വേക്കൻസിയെ കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാം. മീൻസ് ഓക്കെ, തൃച്ചി പൊന്മലൈ. ഓക്കെ, ഇപ്പോൾ റെയിൽവേ ഹൈസ്കൂൾ. അപ്പോൾ വേക്കൻസി ജസ്റ്റ് ഏതാണെന്ന് പറയാം. അതായത് ദിസ് അപ്പോയിൻമെന്റ് ഈസ് സ്ട്രിക്ട്ലി ടെമ്പററി, റേഞ്ചിങ് ഫ്രം എ മിനിമം ഓഫ് 7 വർക്കിംഗ് ഡേയ്സ് ടു മാക്സിമം ഓഫ് 200 വർക്കിംഗ് ഡേയ്സ് or until the position is filled through the Railway Recruitment Board selection or internal promotion. The engagement is purely contractual with a fixed consolidated monthly remuneration. അപ്പോൾ പ്യൂർലി കോൺട്രാക്ച്വൽ ബേസ് ആയിട്ടുള്ള പോസ്റ്റാണ്. വിളിച്ചിരിക്കുന്ന പോസ്റ്റുകൾ ഒന്ന് ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ സയൻസ് ഒരു പോസ്റ്റ്, സാലറി 26,250 പെർ മന്ത്. ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ തമിഴ് ഒരു വേക്കൻസി. ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ മാത്സ് ഒരു വേക്കൻസി. ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ സോഷ്യൽ സയൻസ് ഒരു വേക്കൻസി. ഫിസിക്കൽ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ PT ഒരു വേക്കൻസി. അതുപോലെ പ്രൈമറി ടീച്ചർ, ഓക്കെ, പ്രൈമറി റെയിൽവേ ടീച്ചറിന്റെ 2 വേക്കൻസി. ഓക്കെ, 21,250 എൻ്റെ സാലറി. അപ്പം അത് 3-ാം തീയതി മുതൽ ഓപ്പണിംഗ് ആയതാണ്. അപ്പം ഞാനത് ചെയ്യേണ്ട എന്ന് ചോദിച്ചവരോടൊക്കെ അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കൂടുതൽ പേര് വിളിക്കുന്നത് കൊണ്ട് മെസ്സേജ് അയച്ച് ചോദിക്കുന്നത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 24/5/2025 വരെയാണ്. നിങ്ങൾക്ക് ഇതിപ്പോ 18 ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്
അപ്ലൈ ചെയ്യാനുള്ള മറ്റ് ഡേറ്റാസ് കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് നോട്ടിഫിക്കേഷൻ ഉണ്ട്. നമ്മുടെ ടെലഗ്രാം ചാനൽ അപ്ഡേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മുടെ വെബ്സൈറ്റ് കയറ്റി അതിന്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. അതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളതും എത്ര പെർസെന്റേജ് മാർക്ക് വേണമെന്നുള്ളതും ഓരോ അതിന്റെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ RRB ടീച്ചർ റെഗുലർ എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നതാണ്. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ആവുന്നതാണ്. പിന്നെ അപ്ലൈ ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ തന്നെ അവരൊരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ രജിസ്റ്റർ ചെയ്തതിന് ശേഷം മെയിൽ വഴി നമ്മളെ അവർ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കും. പിന്നെ മാൻഡേറ്ററി ഇന്റർവ്യൂ സമയത്ത് കൊണ്ടുചെല്ലേണ്ട ഡേറ്റാസിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ്, NOC, ടീച്ചിങ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, മാർക്ക് ഷീറ്റ്, ഡിഗ്രി, ആധാർ, പാൻ കാർഡ്, ഡ്യൂലി ഫിൽഡ് ആപ്ലിക്കേഷൻ ഫോം, പ്രിസ്ക്രൈബ്ഡ് ഫോം. അതായത് ഇതിന് താഴെ ഒരു ആപ്ലിക്കേഷൻ ഫോംസ് ഒക്കെ തന്നിട്ടുള്ളത് ഫില്ലപ്പ് ചെയ്ത് കൊണ്ടുപോകണം. അപ്പൊ ഇങ്ങനെ ഇൻട്രസ്റ്റഡ് കാൻഡിഡേറ്റ്സ് മസ്റ്റ് ബി കംപ്ലീറ്റ് ദ ഗൂഗിൾ ഫോം ലിങ്ക് ബിലോ. ഈ ഒരു ലിങ്ക് ഇവിടെ തന്നിട്ടൊരു QR കോഡ് തന്നിട്ടുണ്ട്. അത് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് ഗൂഗിൾ ഫോം ഫില്ലപ്പ് ചെയ്യാം. ഓക്കെ, ഇത് സ്കാൻ ചെയ്ത് ഈ ഗൂഗിൾ ഫോം സ്കാൻ ചെയ്ത് അത് ഫില്ലപ്പ് ചെയ്തിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് ത്രൂ എനി അതർ മീൻസ് വിൽ നോട്ട് ബി കൺസിഡർഡ്. അപ്പൊ ഇതുവഴി ഈ രീതിയിൽ മാത്രമേ ആപ്ലിക്കേഷൻ സ്വീകരിക്കത്തുള്ളൂ. ഓക്കെ, ഇത് QR കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ താഴെ ഒരു ഫോം കൊടുത്തിട്ടുണ്ട്. ഈ ഫോമാണ് നിങ്ങൾ ഫോട്ടോ ഒക്കെ ഇട്ടിച്ച് ഫില്ലപ്പ് ചെയ്തിട്ട് കൂടെ കൊണ്ടുപോകേണ്ട ഫോംസ്. അപ്പൊ നിങ്ങൾക്ക് അത് വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഡൗൺലോഡ് എടുക്കാം. അല്ലെങ്കിൽ ഞാനത് ഈ ഫോമായിട്ട് ടെലഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങളെ ഇപ്പൊ റെയിൽവേ ടീച്ചറിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നവരെ ചൊറയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇത്, കാരണം ഒത്തിരി ഏജ് ഓവർ ആയിട്ടുള്ളവരൊക്കെ ഉണ്ട്. 65 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം ഈ കോൺട്രാക്ട്. എക്സ്പീരിയൻസ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ഒക്കെ ആണെങ്കിൽ, വെറുതെ നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ തീർത്തും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സ്കൂളിൽ അപ്ലൈ ചെയ്യാം. കോൺട്രാക്ട് ബേസ് ആയിട്ട് കയറുകയും ചെയ്യാം. ഓക്കെ, അപ്പൊ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, വായിച്ച് നോക്കിയിട്ട് എന്ത് ചെയ്യുക, ഇത് അപ്ലൈ ചെയ്യാം. ഞാൻ വായിക്കാത്തതിന്റെ കാരണം, മൊത്തത്തിൽ പറയാത്തതിന്റെ കാരണം ഡ്യൂറേഷൻ പീരീഡ് ലെങ്ത് നീണ്ടുപോകും എന്നുള്ള കാര്യം കൊണ്ടാണ് ഇത് കൂടുതലായിട്ട് വായിക്കാത്തത്. പക്ഷേ ഇതിന്റെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഓരോരോ വീഡിയോസ് ആയിട്ട് ക്വാളിഫിക്കേഷനും മറ്റു കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പൊ താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അത് കൂടാതെ തന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ RRB ടീച്ചറിന്റെ വരാൻ പോകുന്ന എക്സാം കോച്ചിങ്ങിലേക്ക് ജോയിൻ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് അഡ്മിഷൻ നടക്കുന്നുണ്ട്. RRB ടീച്ചർ കോഴ്സിലേക്ക് അഡ്മിഷൻ എടുക്കുക. അതുപോലെ തന്നെ HSA നാച്ചുറൽ സയൻസ്, HSA ജനറൽ ബാച്ച്, HSA നാച്ചുറൽ സയൻസിന്റെ ഫീ എന്ന് പറയുന്നത് 999 ആണ്. RRB ടീച്ചർ കോഴ്സ് ഫീസ് എന്ന് പറയുന്നത് only 599 എന്ന് പറയുന്ന അഡ്മിഷൻ ഫീസ് മാത്രമേ ഉള്ളൂ. വേറൊരു ഫീയും തന്നെ ഇല്ല. അപ് ടു ദ എക്സാം വരെയാണ് കോഴ്സ്, എല്ലാം അപ് ടു ദ എക്സാം വരെയാണ്. ഇനി HSA നാച്ചുറൽ സയൻസ് 999, HSA ജനറൽ ബാച്ച് 499, അതുപോലെ തന്നെ LP UP ലോങ് ടേം എന്ന് പറയുന്ന ഫ്രീ ബാച്ച് 299 എന്ന് പറയുന്ന ഫ്രീ ബാച്ചിനുള്ള അഡ്മിഷൻ ഫീസ് മാത്രമേ ഉള്ളൂ. ഇതിനും RRB പോലെ തന്നെയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന അഡ്മിഷൻ നടക്കാൻ പോകുന്ന കോഴ്സുകൾ KTET, അതുപോലെ KVS, NVS, CTET മുതലായവയിലേക്കുള്ള അഡ്മിഷൻസ് ഉടനെ ആരംഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം പറയുന്നതിന് വേണ്ടിയാണ് വീഡിയോ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ കോൺട്രാക്ട് ബേസിൽ പോകണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ അതിന്റെ അടുത്തൊക്കെ ഉള്ളവർ തീർച്ചയായിട്ടും ഇത് അപ്ലൈ ചെയ്യുക. ഓക്കെ, മലയാളികൾക്കും ഏത് ഭാഷ അറിയുന്നവർക്കും അപ്ലൈ ചെയ്യാം. റെയിൽവേ സ്കൂളാണ്, നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിഞ്ഞിരുന്നാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇവിടെ കോമ്പിറ്റൻസി ഇൻ ടീച്ചിങ് ഇൻ ഇംഗ്ലീഷ് മീഡിയം എന്ന് പ്രത്യേകമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ തമിഴ്നാട്ടിലായതുകൊണ്ട് തമിഴ് അറിയണോ എന്നുള്ള ഒരു പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ക്ലാസ് എടുക്കാൻ അറിയാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ തീർച്ചയായിട്ടും ഈ കോൺട്രാക്ട് ബേസ് ആയിട്ടുള്ള ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർ അപ്ലൈ ചെയ്യുക. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വന്ദേ മാതരം, ജയ് ഹിന്ദ്.